ഹല്ലേലൂയ. നമുക്ക് അങ്ങനെയെങ്കിൽ ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിന്റെ നാമത്തെ നമുക്ക് ആരാധിക്കാം. അങ്ങേ സ്നേഹിക്കുന്നതാണ് എന്റെ ആശ. ഹല്ലേലൂയ. അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ വാഞ്ച. ഹല്ലേലൂയ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്റെ നാമത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങേ ഘോഷിക്കുന്നതാണ് എന്റെ ആശ. ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തെ പുകഴ്ത്തുന്നതാണ് എന്റെ ആശ. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെയെങ്കിൽ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കരങ്ങളെല്ലാം ശക്തിയോടെ ചേർത്തടിച്ചുകൊണ്ട് ഹല്ലേലൂയ, നമ്മെ സ്നേഹിച്ച, നമ്മുടെ ജീവന് തുല്യ സ്നേഹിച്ച ആ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. കാൽവരിയുടെ ക്രൂശിൽ ഹല്ലേലൂയ സ്നേഹം എന്തെന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. ഹല്ലേലൂയ. ആ കർത്താവിനെ നമ്മൾ ഇന്ന് ആരാധിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് പാടി ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. വീണ്ടും വരുന്നവൻ ഹല്ലേലൂയ, നമ്മെ ഇന്നും സ്നേഹിക്കുന്ന ആ നല്ല ദൈവത്തെ ഒരുമിച്ച് നമുക്ക് ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പറയാൻ സാധിക്കുമോ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ സ്നേഹിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ സ്നേഹിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ സ്നേഹിച്ചിടുന്നു, അങ്ങേ സ്നേഹിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ സ്നേഹിച്ചിടുന്നു, അങ്ങേ സ്നേഹിച്ചിടുന്നു യേശു രാജാ. അങ്ങേ സ്തുതിക്കുന്നത്, അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ ഹല്ലേലൂയ. അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ സ്തുതിച്ചിടുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ സ്തുതിച്ചിടുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ ഘോഷിക്കുന്നത്, അങ്ങേ ഘോഷിക്കുന്നതാണ് ആശ, അങ്ങേ ഘോഷിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ ഘോഷിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ഘോഷിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ ഘോഷിച്ചിടുന്നു, അങ്ങേ ഘോഷിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ ഘോഷിച്ചിടുന്നു, അങ്ങേ ഘോഷിച്ചിടുന്നു യേശു രാജാവി. അങ്ങേ ഉയർത്തുന്നത്, അങ്ങേ ഉയർത്തുന്നതാണ് ഹല്ലേലൂയ. അങ്ങേ ഉയർത്തുന്നതാണ് എന്റെ ഹല്ലേലൂയ. അങ്ങേ ഉയർത്തുന്നതാണ് എന്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ ഉയർത്തിയിടുന്നു, അങ്ങേ ഉയർത്തിയിടുന്നു യേശു രാജാവിനെ. അങ്ങേ ഉയർത്തിയിടുന്നു, അങ്ങേ ഉയർത്തിയിടുന്നു യേശു രാജാവി. അങ്ങേ ആരാധിക്കുന്നത്, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ആരാധിക്കും ഹല്ലേലൂയ. അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ യേശു രാജാവിനെ, യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാ. അങ്ങേ സ്നേഹിക്കുന്നത്, അങ്ങേ സ്നേഹിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാണ് എന്റെ യേശു രാജാവിനെ. യേശു രാജാ. ഹല്ലേലൂയ. അങ്ങേ സ്നേഹിച്ചിടുന്നു, അങ്ങേ സ്നേഹിച്ചിടുന്നു യേശു രാജാ. അങ്ങേ ഉയർത്തുന്നത്, അങ്ങേ ഉയർത്തുന്നതാണ് എന്റെ ആശ, അങ്ങേ ഉയർത്തുന്ന യേശുവിന്റെ നാമത്തെ. അങ്ങേ ഉയർത്തുന്നതാണ് എന്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ ഉയർത്തിയിടുന്നു, അങ്ങേ ഉയർത്തിയിടുന്നു യേശു രാജാവിനെ. ഹല്ലേലൂയ. അങ്ങേ ഉയർത്തിയിടുന്നു, അങ്ങേ ഉയർത്തിയിടുന്നു യേശു രാജാവിനെ. അങ്ങേ പുകഴ്ത്തുന്നത്, അങ്ങേ പുകഴ്ത്തുന്നതാണ് എന്റെ ആശ, അങ്ങേ പുകഴ്ത്തുന്നതാണ്. ഹല്ലേലൂയ. അങ്ങേ
പുകഴ്ത്തുന്നതാണ് എന്റെ ആശ, അങ്ങേ പുകഴ്ത്തുന്നതാണ് എന്റെ വാഞ്ച, അങ്ങേ ഹല്ലേലൂയ, അങ്ങേ പുകഴ്ത്തിയിടും യേശു രാജാവിനെ, യേശു രാജാവിനെ അങ്ങേ പുകഴ്ത്തിയിടുന്നു, അങ്ങേ പുകഴ്ത്തിയിടുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നത്, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ഹല്ലേലൂയ, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ വാഞ്ച, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാ. അങ്ങേ സ്നേഹിക്കുന്നത്, അങ്ങേ സ്നേഹിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാണ് എന്റെ വാഞ്ച, അങ്ങേ സ്നേഹിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാണ് എന്റെ വാഞ്ച, അങ്ങേ സ്നേഹിച്ചിടുന്നു, അങ്ങേ സ്നേഹിച്ചിടുന്നു യേശു രാജാവേ. ഹല്ലേലൂയ, അങ്ങേ സ്നേഹിച്ചിടുന്നു, അങ്ങേ സ്നേഹിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ മാനിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ മാനിക്കുന്നതാണ് എന്റെ ഹല്ലേലൂയ, അങ്ങേ മാനിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ മാനിക്കുന്നതാണ് എന്റെ വാഞ്ച, അങ്ങേ മാനിച്ചിടുന്നു, അങ്ങേ മാനിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ മാനിച്ചിടുന്നു, അങ്ങേ മാനിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ വാഞ്ച, ഹല്ലേലൂയ, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ വാഞ്ച, യേശു രാജാ. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എല്ലാ പൈശാചിക അധികാരങ്ങളും ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ.
അടുത്ത 5 നിമിഷങ്ങളോട് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവുക. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം തുടർന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കും. കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞേ. ആ സ്നേഹത്തെ ഒന്ന് ധ്യാനിച്ചേ. നമ്മൾ അവനെ സ്നേഹിക്കുന്നതിന് മുമ്പ് കർത്താവ് നമ്മളെ സ്നേഹിച്ചു. അതിനായിട്ടൊരു സ്തോത്രം പറഞ്ഞേ. എന്നോട് ചേർന്ന് പറഞ്ഞേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നതിന് മുമ്പ് അങ്ങ് എന്നെ സ്നേഹിച്ചു. താങ്ക് യു ലോർഡ്. ഞാൻ ദോഷിയായിരിക്കുമ്പോൾ, ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ അങ്ങനെ സ്നേഹിച്ചതിനായി സ്തോത്രം. ഞാൻ ദോഷിയായിരിക്കുമ്പോൾ, ഞാൻ പാപിയായിരിക്കുമ്പോൾ, അങ്ങേ അറിയാതെ ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെ അറിഞ്ഞതിനായി, അങ്ങനെ സ്നേഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ സ്നേഹം അറിഞ്ഞാൽ, എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഈ സ്നേഹം, ദൈവത്തിന്റെ മഹാസ്നേഹം, നമ്മളെ കർത്താവിന് ഒത്തിരി ഇഷ്ടമാണ്. അത് നിങ്ങൾക്കറിയാവോ? നമ്മളെപ്പോഴും കർത്താവിനെ സ്നേഹിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് എത്ര മാത്രമാണെന്നറിയാമോ? ഭയങ്കരമായിട്ട് കർത്താവ്. ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതൊന്ന് ധ്യാനിച്ചിട്ട് ഒന്ന് സ്തോത്രം പറഞ്ഞേ. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതൊന്ന് ധ്യാനിച്ചു നോക്കിയേ. ലോകത്തിൽ ആരും സ്നേഹിക്കാത്തതുപോലെ, ലോകത്തിൽ ആരും നമ്മളെ സ്നേഹിക്കാത്തതുപോലെ, അവർക്ക് ആർക്കും ഇനി അങ്ങനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ഇങ്ങോട്ട് നോക്കിയേ. എഫേസ്യ ലേഖനം 3:19 ഇങ്ങനെ പറയുന്നു, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും. അപ്പം നമ്മൾ ഈ രാത്രിയിൽ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നമുക്ക് ലഭിച്ചതൊക്കെ ഓർത്താണ് നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് ഓർത്തൊന്ന് സ്തോത്രം ചെയ്യാമോ? ക്രൂശിലേക്ക് നോക്കിക്കേ, കണ്ണുകളടച്ച്. അവൻ ആ കുരിശ് ചുമന്നു കൊണ്ടുപോകുന്നത് മുഴുവനും നമ്മളോടുള്ള സ്നേഹമാണ് വെളിപ്പെടുത്തിയത്. പിതാവിന് നമ്മളോടുള്ള സ്നേഹം അവൻ പ്രദർശിപ്പിച്ചത് ഗോൽഗുൽത്താ മലയിലാണ്, ക്രൂശിലാ സ്നേഹം കാണിച്ചത്. സ്നേഹിക്കുന്ന എന്ന് പറയുകയല്ല ചെയ്തത്, നമ്മളെ അങ്ങ് സ്നേഹിക്കുക ചെയ്തത്. അതിനുവേണ്ടി എന്താ ചെയ്തത്? തൻ്റെ പുത്രനെ അവൻ നമുക്ക് വേണ്ടി തന്നു. വെരി ഈസി, നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ പുത്രനെ തന്നപ്പോൾ പുത്രൻ നമുക്ക് വേണ്ടി അനുഭവിച്ചതൊന്ന് ഓർത്തു നോക്കിയേ. അവൻ ഒന്നൊഴികെ 40 അടികളേറ്റു നമ്മളോടുള്ള സ്നേഹം കൊണ്ട്. അവൻ്റെ മുഖത്ത് തുപ്പലേറ്റു. രാജകുമാരനായവൻ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ നമുക്ക് വേണ്ടി ആ മുഖത്ത് തുപ്പലേറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ മുഖത്തെ രോമം അവർ വലിച്ചു പറിച്ചു. അവൻ എന്തിനു നിന്നു കൊടുത്തു? നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, നമ്മളോടുള്ള സ്നേഹം കൊണ്ട്. എത്ര ഉള്ളത്തിൽ ആ സ്നേഹം വ്യാപരിക്കുന്നു. ആ സ്നേഹം തിരിച്ചറിഞ്ഞാൽ ജീവിതം നമുക്ക് ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ടതായിട്ട് വരത്തില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ. ഒരു മനുഷ്യനും വർണ്ണിക്കാൻ കഴിയാത്ത പോലെ യേശുവിൻ്റെ നമ്മളോടുള്ള സ്നേഹം. ഈ ലോകത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കാളും നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ നിങ്ങൾക്കുള്ള സ്നേഹത്തെ ഒന്നും ക്രിസ്തുവിന് നമ്മളോട് തോന്നിയ സ്നേഹത്തോട് അവൻ അനുരൂപമാക്കാനോ ഉപമിക്കുവാനോ കഴിയത്തില്ല.
അവൻ ആ ക്രൂശ് ചുമന്ന് പോകുന്ന വഴി വീഴുമ്പോഴും അവൻ എന്തുകൊണ്ടാണ് അത് ചുമക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് വേണ്ടിയാ, സ്നേഹം കൊണ്ടാ. നമ്മളോടുള്ള സ്നേഹമാ കാരണം. അവൻ ഓരോ പ്രാവശ്യവും ക്രൂശ് ചുമന്ന് വീഴുമ്പോഴും അവൻ നമ്മളെ കണ്ടുകൊണ്ടാ അവൻ വീഴുന്നത്. വേറെ ഒന്നും അവൻ പ്രതീക്ഷിക്കുന്നില്ല, നമ്മളോടുള്ള സ്നേഹം മാത്രമാ. അവിടുന്ന് അവൻ ആ ക്രൂശിൽ തറയ്ക്കപ്പെടുമ്പോഴും, അവന്റെ കൈകൾ ആണികളാൽ തറയ്ക്കപ്പെടുമ്പോഴും, അവന്റെ കാലുകൾ ആണികളാൽ തറയ്ക്കപ്പെടുമ്പോഴും, വേദന കൊണ്ട് പിടയുമ്പോഴും, പിതാവേ എന്നെ കൈവിട്ടതെന്ന് ചോദിക്കുമ്പോഴും അവന്റെ ഹൃദയം നിറച്ച് നമ്മളോടുള്ള സ്നേഹമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുക, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാൻ. ഇത് ധ്യാനിക്കണം പ്രിയപ്പെട്ടവരെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, ഇങ്ങനെ നിങ്ങളെ സ്നേഹിച്ചെന്നൊരു ബോധ്യം നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. എന്നിട്ടാ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങുന്നത്. അല്ലാതെ ഇവിടെ ലഭിച്ച ചെറിയൊരു വീട് കൊണ്ടോ കാറ് കൊണ്ടോ അല്ല. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് ഓർക്കുമ്പോൾ ആ വലിയ സ്നേഹം. ആ കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ചാട്ടെ, കണ്ണുകൾ അടച്ചാട്ടെ. ആ ക്രൂശിലേക്ക് നോക്കിയിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് നിങ്ങളുടെ മേൽ വലിയ സാന്നിധ്യം പറഞ്ഞു. വലിയ അനുഗ്രഹം നിങ്ങളുടെ മേൽ വ്യാപരിക്കും, വലിയ നിറവ് നിങ്ങളുടെ മേൽ പകരപ്പെടും. നിങ്ങൾ ആ ക്രൂശിലേക്ക് നോക്കി ഒന്ന് സ്തുതിച്ചോണ്ട് നിന്നേ, ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് സ്തുതിച്ചേ. ആ ക്രൂശിൽ ആമേൻ നഗ്നനായി, ആമേൻ ഈ ഭൂമിയുടെ ഒത്ത നടുവിൽ നമുക്ക് വേണ്ടി പെടഞ്ഞ് തന്റെ അവസാനത്തുള്ളി രക്തം വരെയും ആമേൻ നമുക്ക് വേണ്ടി, നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി, നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടി, നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ സമാധാനത്തിന് വേണ്ടി, നമ്മളെ പിതാവിനോട് നിരപ്പിക്കുന്നതിന് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ചിന്തിച്ചേ. എന്നിട്ട് സ്തോത്രം പറഞ്ഞു തുടങ്ങി ഹൃദയത്തിൽ നിന്ന്. കിട്ടിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ല ഇപ്പം സ്തോത്രം പറയാൻ പറഞ്ഞത്. ഭാര്യയെ ഓർത്തല്ല, ജോലിയെ ഓർത്തല്ല, കർത്താവിനും പിതാവിനും നമ്മളുള്ള ഈ സ്നേഹമാണ് നിങ്ങളെ ഈ ഭൂമിയിൽ നടത്താൻ പോകുന്നത്. ഈ സ്നേഹം നിങ്ങൾ ഓർത്താൽ പാപം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഈ സ്നേഹം നിങ്ങൾ ഓർത്താൽ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അസ്വസ്ഥരാകാൻ കഴിയത്തില്ല. ഈ സ്നേഹം നിങ്ങൾ ഓർത്താൽ നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടത്തില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇത്രയും തന്നവൻ നിന്റെ ജീവനത്തിന് വേണ്ടത് തരാതിരിക്കുമോ? സ്തുതിച്ചേ. നമ്മൾ ഈ ഭൂമിയിലെ പല ചെറിയ വിഷയങ്ങളെ ഓർത്താ ഭാരപ്പെട്ട് നിൽക്കുന്നത്. പക്ഷെ ഒന്ന് ചിന്തിച്ചേ, ഈ ക്രൂശിലെ സ്നേഹത്തെ ഒന്ന് ധ്യാനിച്ചു നോക്കിക്കേ. ഒന്ന് ചിന്തിച്ചൊരു സ്തോത്രം പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം തുറക്കണം. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് ആ സ്നേഹത്തെ ഓർത്ത്, ലോർഡ് ഐ ലവ് യു ബിക്കോസ് യു ലവ് മീ ലോർഡ്. ലോർഡ് ഐ വർഷിപ്പ് യു ബിക്കോസ് യു ലവ് മീ ലോർഡ്. നീ എന്നെ സ്നേഹിച്ചത് കൊണ്ട് നിന്റെ സ്നേഹത്തെ ഓർത്തിട്ട്, നിന്റെ സ്നേഹത്തെ ഓർത്തിട്ട് എന്റെ ജീവിതം സുരക്ഷിതമാകുവാൻ, ഞാൻ സ്വസ്ഥതയുള്ളവനായി മാറുവാൻ, ഞാൻ പാപത്തിന്റെ ആ ചെളിയിൽ നിന്നും കേറി വരുവാൻ എനിക്ക് സ്വയം കയറാൻ കഴിയാതെ വന്നപ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എന്നോടുള്ള മഹൽ സ്നേഹത്തെ അങ്ങ് പ്രദർശിപ്പിച്ചതിനായി നന്ദി ജീസസ്. ഒന്ന് വാതുറന്ന് സ്തോത്രം ചെയ്ത് സ്തുതിച്ചേ. ഹൃദയം, ഇതാണ് ആരാധന എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഭൂമി നമുക്ക് കൈയടിച്ച് പൊട്ടിക്കാൻ കഴിയും, താളത്തിനൊത്ത് കൈയടിക്കാൻ കഴിയും. പക്ഷെ ക്രൂശിലെ സ്നേഹത്തെ ഓർത്ത് കർത്താവിനോട് അങ്ങോട്ട് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ഈ ലോകത്തിൽ മറ്റൊന്നും പറയുമ്പോൾ കിട്ടാത്ത ഒരു സാന്നിധ്യമുണ്ട്. അവന്റെ സ്നേഹം വർണ്ണിച്ച്, ഓ ലോർഡ്, നിന്റെ സ്നേഹത്തെ വർണ്ണിച്ച്, ആ സ്നേഹത്തെ വർണ്ണിക്കുമ്പോൾ വ്യാപരിക്കുന്ന ഒരു വലിയ സാന്നിധ്യമുണ്ട്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, നിന്റെ സ്നേഹം വലുതാ. ഞങ്ങളെ സ്നേഹിച്ചതിനായി ഞങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുകയാണല്ലോ അങ്ങ്. ഞങ്ങളെ ഇപ്പോഴും അങ്ങ് സ്നേഹിക്കുകയാണല്ലോ. ഞങ്ങളെ ഇപ്പോഴും അങ്ങ് സ്നേഹിക്കുകയാണല്ലോ അപ്പാ. അതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ആർക്കും സ്നേഹിക്കാൻ കഴിയാത്ത വിധം ഞങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്ന വിധങ്ങൾക്കായി, കഴുകൻ ചിറകിന്റെ മുകളിൽ വഹിക്കുന്നത് പോലെ, കോഴി ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ, നമ്മൾ പറയത്തില്ലേ അവന്റെ കണ്ണിലെ കൃഷ്ണമണിയാ നമ്മളെ. എന്തുകൊണ്ടാ അവൻ ഇത്രയും സ്നേഹിച്ചത്? നമ്മൾ അവന്റെ കൃഷ്ണമണി ആയത് കൊണ്ട് തന്നെയാ.
Love you, Jesus. Love you, Jesus. Love you, Lord Jesus. ഓ രാബാഷേക്ക്. ആ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങുക. ഹൃദയം മാറിപ്പോവില്ലേ? ക്രൂശിനെ തന്നെ ധ്യാനിച്ചേ. എന്നെ സ്നേഹിച്ചല്ലോ എന്നോർത്ത് സ്തോത്രം ചെയ്യും. എനിക്ക് എന്നാ യോഗ്യതയുണ്ടപ്പാ ഈ സ്നേഹം പ്രാപിപ്പാൻ, ഈ സ്നേഹം അനുഭവിപ്പാൻ, ഈ സ്നേഹം രുചിക്കുവാൻ എനിക്ക് എന്നാ യോഗ്യതയാവുള്ളത്. ക്രിസ്തുവേ, ആ സ്നേഹത്തെ ഈ ദിവസങ്ങൾ യഥാർത്ഥമായിട്ട് അതിൻ്റെ ആഴങ്ങളൊന്നും മനസ്സിലാക്കുവാൻ അങ്ങനെ സഹായിക്കണമേ. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. ഓ റബശകൽ കബാ. നമ്മളെക്കാൾ അധികം യേശു വേറെ ഒന്നിനെയും സ്നേഹിച്ചില്ല. അറിയാമോ? നമ്മൾ പറയും അങ്ങേക്കാൾ അധികം ഞാൻ വേറെ ഒന്നിനെ സ്നേഹിക്കത്തില്ലെന്ന്. പക്ഷെ വാസ്തവം എന്താണെന്നറിയാമോ? നമ്മളെക്കാൾ അധികമായി യേശു വേറെ ഒന്നിനെയും സ്നേഹിച്ചില്ല. എല്ലാത്തിനേക്കാൾ അധികം യേശു സ്നേഹിച്ചത് നമ്മളെയാ. ഓ ജീസസ്, ജീസസ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ തലമുറകളുടെ വിഷയങ്ങൾ അവന്റെ മുമ്പിൽ അവൻ സ്വീകരിക്കാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, അതൊക്കെ വിട്ടിട്ട് ആ സ്നേഹത്തെ ഒന്ന് ഓർത്തേ, ക്രൂശിലെ സ്നേഹത്തെ ഒന്ന് ഓർത്തേ. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുള്ള സ്നേഹത്തെ അങ്ങ് പ്രദർശിപ്പിച്ചത് ക്രൂശിലാകിയാൽ സ്തോത്രം. ഞങ്ങളോടുള്ള സ്നേഹത്തെ അങ്ങ് പ്രദർശിപ്പിച്ചത് ക്രൂശിലാകിയാൽ സ്തോത്രം. ഞങ്ങളോടുള്ള സ്നേഹത്തെ അങ്ങ് വെളിപ്പെടുത്തത് തന്റെ ജീവൻ തന്നാകിയാൽ സ്തോത്രം. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒന്നുകൂടെ കരമുയർത്തി പറഞ്ഞേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഓ അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. ആ സാന്നിധ്യം ഈ ഹോളിൽ വ്യാപരിക്കട്ടെ. അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. സൗഖ്യം ഈ ഹോളിൽ നടക്കട്ടെ. എല്ലാ നിരാശകളും ഈ ഹോളിൽ നിന്ന് മാറിപ്പോട്ടെ. യേശുവിന്റെ സ്നേഹം വ്യാപരിക്കുക, യേശുവിന്റെ സ്നേഹം വ്യാപരിക്കുക. എല്ലാ രോഗശക്തികളും തകരട്ടെ, എല്ലാ നിരാശയുടെ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ അപകർഷതാ ബോധങ്ങളും മാറട്ടെ, എല്ലാ പാപഭാരങ്ങളും മാറട്ടെ. ഓ വി വർഷിപ്പ് കർത്താവേ, അങ്ങേക്ക് ഞങ്ങളുള്ള ആ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എത്ര പേർ കർത്താവിനെ അവന്റെ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്തു? പ്രത്യേക അനുഭവം ലഭിച്ച എത്ര പേരുണ്ട്? കരങ്ങൾ അടിച്ചത് കർത്താവിന് മഹത്വം കൊടുത്തു. നമുക്ക് സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം. കർത്താവ് നമ്മളോട് തുടർന്ന് സംസാരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളോട് തുടർന്ന് സംസാരിക്കും. തുടർന്ന് റോബിൻ മുൻപോട്ട് വന്ന് തിരുവചനത്തിൽ നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം സന്തോഷമുണ്ട്? ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഒത്തിരി 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 ഒത്തിരിയായിട്ട് സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എന്നോടും ഇത് തന്നെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവദാസൻ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ കരയുകയായിരുന്നു. കാരണം ഇന്ന് രാത്രികാലം കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയണമെന്ന്, നാം ദൈവത്തെ സ്നേഹിക്കണമെന്ന്. ഹല്ലേലൂയ. അവിടുന്ന് നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴവും അതിൻ്റെ വീതിയും നീളവും ഒക്കെ നാം അനുഭവിച്ചറിയണമെന്നും നാം അത് മനസ്സിലാക്കണമെന്നും നാം അവിടുത്തെ തിരിച്ചു സ്നേഹിക്കണമെന്നുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ദാനിയേലിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ. ഹല്ലേലൂയ. അങ്ങനെയാ വിളിച്ചത്. ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ട് കരയിലേക്ക് കയറി വന്നപ്പോൾ ഹല്ലേലൂയ സ്വർഗം തുറന്ന് പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ പ്രിയ പുരുഷനായിരുന്നു.
ദാവീദ് ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു, എന്നാൽ യേശു ക്രിസ്തു പ്രിയ പുത്രനായിരുന്നു. നമ്മെ ദൈവം ഇന്ന് വിളിക്കുന്നതും അത് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനെന്നല്ല, പുരുഷനെന്നല്ല വിളിക്കുന്നത്, പ്രിയ മക്കളെന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വലിയ പദവിയാ ദൈവം നമുക്ക് തന്നെ. പ്രിയമുള്ളവരെ, എത്ര വലിയ പദവിയാ ഇത്. നാം മനസ്സിലാക്കാതെ പോകരുത്. ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ദൈവം നമ്മെ മറന്നു കളഞ്ഞോ, നമ്മെ ഉപേക്ഷിച്ചോ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, ദൈവം എന്നോട് അകന്നിരിക്കുന്നോ എന്നൊക്കെ. അങ്ങനല്ല. കർത്താവ് നമ്മളോട് ഏറ്റവും അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അതുകൊണ്ടാ സ്വർഗം വിട്ട്, ഹല്ലേലൂയ, സകല സൗഭാഗ്യങ്ങളും സകല ദൂതന്മാരും എല്ലാവരും ഒരുപോലെ വാഴ്ത്തി സ്തുതിച്ച് ആരാധിക്കുന്ന ആ ദൈവം, ഹല്ലേലൂയ, മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് നമ്മളിൽ ഒരുവനെ പോലെ ജീവിച്ച് നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാരങ്ങളെയും അനുഭവിച്ച് തൻ്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞിട്ട്, ഹല്ലേലൂയ, അതിനൊക്കെയും നമുക്ക് വേണ്ടി സ്വർഗസന്നിധിയിൽ പക്ഷവാദം ചെയ്യുവാൻ പിതാവിൻ്റെ സന്നിധിയിൽ കയറിപ്പോയിരിക്കുന്നത്, ഹല്ലേലൂയ, അത് നമ്മെ അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം, ഹല്ലേലൂയ, 49:14 ഒന്ന് വായിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. സിയോനോ, ഹല്ലേലൂയ. യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. നാം പലപ്പോഴും പറയാറുള്ളതാ, കർത്താവിനെ മറന്നു കളഞ്ഞോ, കർത്താവിനെ ഉപേക്ഷിച്ചോ, കർത്താവിനോട് സംസാരിക്കുന്നില്ലേ, കർത്താവിനോട് സ്നേഹമില്ലേ എന്ന്. എന്നാൽ അടുത്ത വാക്യം വായിക്കൂ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഹല്ലേലൂയ. നോക്ക്, ഹല്ലേലൂയ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ മറക്കാൻ നമുക്ക് കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുക, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഇവൻ അവൾ മറന്നാൽ പോലും, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ മറക്കുകയില്ല. കാരണം കർത്താവിന് മറക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, ആമേൻ. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മലയാളത്തിൽ വരച്ചിരിക്കുന്നു എന്നാണെങ്കിൽ ഇംഗ്ലീഷ് ഐ ഹാവ് ഗ്രേവൻ ദീ അപ്പോൺ ദ പാൻസ് ഓഫ് മൈ ഹാൻഡ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് എൻ്റെ കയ്യിൽ നിന്നെ കോറിയിട്ടിരിക്കുക. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വരച്ചാൽ ചിലപ്പോൾ മായ്ച്ചു കളയാം, പക്ഷെ കോറിയിട്ടാൽ, ഹല്ലേലൂയ, ഒരു പാട് വരുത്തിയാൽ, ഒരു മുറിവ് വരുത്തിയാൽ അത് മായ്ക്കാൻ പ്രയാസമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മായ്ക്കുവാൻ കഴിയാത്തവണ്ണം, മറക്കുവാൻ കഴിയാത്തവണ്ണം ദൈവം നമ്മളെ അവൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ വലിയ ദൈവത്തിന്റെ മക്കൾ എന്ന അഭിമാനത്തോടെ നിൽക്കുവാൻ? എത്ര പേർക്ക് ഇന്ന് രാത്രികാലം സന്തോഷമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നത് നമുക്കറിയാമോ? ഹല്ലേലൂയ. നാം വിചാരിക്കുന്നതിനെക്കാട്ടിലുപരിയ, നാം പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലുപരിയ, നാം ചിന്തിക്കുന്നതിനെക്കാട്ടിലുപരിയ, നാം ആഗ്രഹിക്കുന്നതിനെക്കാട്ടിലുപരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് നമ്മുടെ പേരറിയാം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പലർക്കും പലരുടെയും പേരറിയത്തില്ല, പക്ഷെ കർത്താവിന് നമ്മുടെ പേരറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മെ പേര് ചൊല്ലി വിളിച്ചു എന്ന് മാത്രമല്ല, ഹല്ലേലൂയ, ഞാൻ എൻ്റെ കുഞ്ഞിനെ, എനിക്ക് ഏറ്റവും സ്നേഹം കൂടുമ്പോൾ ഞാൻ അവനെ ഓമന പേരിട്ട് വിളിക്കും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ അല്ലേ? ഹല്ലേലൂയ. എൻ്റെ പൊന്നല്ലേ, എൻ്റെ ചക്കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം. നിന്റെ മക്കൾ ബന്ധപ്പെട്ടു വരുന്നു, നിന്നെ നശിപ്പിച്ചവരും ശൂന്യമാക്കിയവരും നിന്നെ. യെശയ്യാപ്രവചനം 45:4. 45:4. എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. എന്നാൽ അത് മാത്രമല്ല, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നീ എന്നെ അറിയാതിരുന്നപ്പോൾ പോലും ഞാൻ നിന്നെ വിളിച്ചത് പേര് ചൊല്ലിയല്ല, ഓമന പേര് ചൊല്ലിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ഓമന പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, നമ്മെ കരുതുന്ന ഒരു ദൈവം, നമ്മെ പുലർത്തുന്ന ഒരു ദൈവം, നമ്മെ കുറിച്ച് മാത്രം വിചാരിക്കുന്ന ഒരു ദൈവം, നമ്മെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ദൈവം, നമുക്കായി സകലതും കരുതി വെച്ചിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, ആ ദൈവത്തെയാണ് നാം സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവം ആഗ്രഹിക്കുന്നത് മുഴുവൻ നാം അവിടുത്തെ സ്നേഹിക്കണമെന്ന് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യാ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം കൂടെ. ഹല്ലേലൂയ.
ഞാനോ നിന്നെ ദത്തെടുത്തു. നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടതിന് എങ്ങനെയെന്ന് വിചാരിച്ചു. നീ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയുമില്ല എന്ന് ഞാൻ വിചാരിച്ചു. നോക്ക്, നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെയെന്ന് ഞാൻ വിചാരിച്ചു. ഹല്ലേലൂയ. നോക്ക്, ഒരു പിതാവിന്റെ ഹൃദയമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തൻ്റെ കുഞ്ഞിന് കൊടുക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. കർത്താവ് പറയുക, ജാതികളുടെ അതിഭംഗിയുള്ള ദേശം, അവകാശ ദേശം, മനോഹര ദേശം നിങ്ങൾക്ക് നൽകേണ്ടത് എങ്ങനെയെന്ന് ഞാൻ വിചാരിച്ചു. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, തിരിച്ച് നിങ്ങൾ എന്നെ എൻ്റെ പിതാവേ എന്നൊന്ന് വിളിക്കണമേ എന്ന്. ഹല്ലേലൂയ. അപ്പാ എന്നൊന്ന് വിളിക്കാൻ കൊതിക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. എൻ്റെ പിതാവേ എന്ന് നമ്മളൊന്ന് വിളിച്ചു കേൾക്കാൻ കൊതിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അപ്പാ എന്ന് വിളിച്ച് കേൾക്കാൻ കൊതിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, എന്നെ വിട്ടുമാറുകയുമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം പലപ്പോഴും പല നന്മകളും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് തരുമ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, നാം അവനെ വിട്ടുമാറരുതെന്ന്. ഹല്ലേലൂയ. നാം അവനോട് പറ്റിച്ചേർന്നിരിക്കണമെന്ന്, നാം അവനെ സ്നേഹിക്കണമെന്ന്. ഹല്ലേലൂയ. നാം അവനോട് ചേർന്നിരിക്കണമെന്ന്. ഹല്ലേലൂയ. ഞാനിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ ദേവദാസൻ എന്നോട് മെസ്സേജ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താ അങ്ങയുടെ സഭയോട് അങ്ങേക്ക് പറയാനുള്ളത്? കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാ, എൻ്റെ കുഞ്ഞുങ്ങളോട് പറയണം, എനിക്ക് ഒരല്പസമയം അവർ നീക്കി വെക്കാൻ പറയണം, എൻ്റെ കൂടൊന്നിരിക്കാൻ പറയണം, എന്നോടൊന്ന് സംസാരിക്കാൻ പറയണം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ഇത് മാത്രം. ഹല്ലേലൂയ. നാം ദൈവത്തോട് കൂടെ ഇരിക്കണമെന്നും ദൈവത്തോട് സംസാരിക്കണമെന്നും ദൈവത്തിൻ്റെ ആഗ്രഹം എന്തെന്നും മനസ്സിലാക്കണമെന്നും നമ്മെ എന്തിന് ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചുവെന്നും ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും ദൈവം നമുക്കായിട്ട് എന്തൊരുക്കിയിരിക്കുന്നെന്നും നാം അതെങ്ങനെ പ്രാപിക്കണമെന്നും നാം എങ്ങനെ നടക്കണമെന്നും നാം എങ്ങനെ ജീവിക്കണമെന്നും നാം എങ്ങനെ അവനെ വെളിപ്പെടുത്തണമെന്നും നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അന്ന് ഇത് പഴയ നിയമത്തിലാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്, പുതിയ നിയമത്തിലും മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. ദൈവം ഇത് തന്നെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അതിമനോഹരമായ ദേശം നൽകേണ്ടതെന്ന് ദൈവം ചിന്തിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു മനോഹര ദേശം നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഭൂമിയിലെങ്കിൽ അത് സ്വർഗത്തിൽ. ഹല്ലേലൂയ. ആ മനോഹര ദേശം നമുക്ക് നൽകേണ്ടതെന്ന് എങ്ങനെയെന്ന് കർത്താവ് ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അത് നൽകാൻ വേണ്ടിയാണ് ഇത്രയധികം പങ്കപ്പാടുകളും ഇത്രയധികം കഷ്ടപ്പാടുകളും കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത്. നാം ഈ ഭൂമിയിൽ എത്രമാത്രം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവരായി എത്ര സ്വസ്ഥതയോടെ എത്ര സമാധാനത്തോടെ എത്ര സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മെ ചുമന്നുകൊണ്ട് നടക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൻ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഹല്ലേലൂയ. കരുണയുള്ളൊരു ദൈവം, മനസ്സലിവുള്ളൊരു ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മെ ആരെക്കാട്ടിലും ഉപരിയായിട്ട് മനസ്സിലാക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അപ്പനും അമ്മയും മറന്നു കളഞ്ഞാലും സഹോദരങ്ങൾ മറന്നു കളഞ്ഞാലും പ്രിയപ്പെട്ടവർ മറന്നു കളഞ്ഞാലും ഒരിക്കലും 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 മറക്കാൻ കഴിയാത്ത, ഹല്ലേലൂയ, ഒരിക്കലും വിട്ടു മാറാൻ കഴിയാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഹല്ലേലൂയ പിതാവായ ദൈവം നമ്മളോട് കാണിച്ച സ്നേഹമൊന്നു മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലത്തിനും ഹല്ലേലൂയ കാരണഭൂതനായവൻ. ഹല്ലേലൂയ. സകലത്തെ തൻ്റെ വാക്കിനാൽ ഉളവാക്കിയ ഒരു ദൈവം. ഹല്ലേലൂയ. ഇത്ര വലിയൊരു ദൈവം. ഹല്ലേലൂയ. ഇത്ര ചെറുതായി. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. ഹല്ലേലൂയ. നാം ഒരു ഉറുമ്പിനെ സൃഷ്ടിച്ചാൽ, ഹല്ലേലൂയ, ഉറുമ്പിന് ഒരിക്കലും നമ്മെ കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എപ്പോഴും ഹല്ലേലൂയ ആ ഉറുമ്പ് വളരെ ചെറുതാണ്. ഉറുമ്പിന് നമുക്ക് ഉറുമ്പിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തണമെങ്കിൽ ഹല്ലേലൂയ നാം ഒരു ഉറുമ്പായിട്ട് ചെന്നാലേ അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മളായിട്ടിരുന്നു കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഹല്ലേലൂയ ഞാനൊന്ന് സംസാരിച്ച് അത് വിചാരിക്കും ഇടിമുഴക്കമായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ ഇസ്രായേൽ മക്കൾ കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോഴത്തേക്കും ഇടിമുഴങ്ങുന്നു. അയ്യോ ഞങ്ങൾക്ക് പേടിയാവും, ഞങ്ങളോട് സംസാരിക്കരുത്, നീ മോശയോട് സംസാരിച്ചാൽ മതി, ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് നമ്മളോട് ഇടപെടണമെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മെപ്പോലൊരുവനായി, ഹല്ലേലൂയ, നമ്മെപ്പോലൊരുവനായി നമ്മോട് പിതാവിന് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് കർത്താവ് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കി. ഹല്ലേലൂയ. നമുക്ക് നമ്മൾ സൃഷ്ടിച്ച ഒരു ഉറുമ്പിനോട് നമുക്ക് അത് വലിയ സ്നേഹം കാണിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പറയും? ഹല്ലേലൂയ.
നമുക്ക് ഒറ്റ കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ ശരീരമൊക്കെ വിട്ടിട്ട് ആ ഉറുമ്പിനെ പോലെ ഒരു കുഞ്ഞു ശരീരമായിട്ട് അവൻ്റെ അടുത്ത് ചെന്നിട്ട് പറയണം, ഉറുമ്പെ നിന്നെ സൃഷ്ടിച്ചത് ഞാനാ, ഇന്ന പോലെ ഇങ്ങനെ കാര്യങ്ങളുണ്ട്, നിന്നെ എന്താക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നെ ഞാൻ കൊണ്ടുപോകാം, ഹല്ലേലൂയ, നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, നിനക്ക് വേണ്ടി ഞാൻ വഴി തുറക്കാം. മോശെ ഇതുപോലെയായിരുന്നു പറഞ്ഞത്. ഹല്ലേലൂയ. ചെങ്കടൽ പിളർക്കണ്ടപ്പം ആ ഉറുമ്പിൻ്റെ മുമ്പിൽ ഒരു തുള്ളി വെള്ളം കിടന്നാൽ അതിനൊരു മഹാസമുദ്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തുള്ളി വെള്ളമാണ്. ഹല്ലേലൂയ. മോശെ ഇത് ഞാനാണ് മോശയിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ മോശെ ദൈവം പറയുന്നതൊന്ന് കേട്ടാൽ മതി, ബാക്കി ചെയ്യുന്നത് ദൈവം. ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ നാം ഈ ഉറുമ്പിനോട് ഇപ്പോൾ പറയുക, നീ മുന്നിൽ കിടക്കുന്ന സമയത്ത് നീ ഒന്ന് കൈ പൊക്കിയാൽ മതി, ഞാൻ അതിനെ പിരിച്ചു മാറ്റിക്കോളാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഊത് കൊടുത്താൽ വെള്ളം അങ്ങ് മാറിക്കോളൂ. ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ മോശയോട് കർത്താവ് പറഞ്ഞു, നീ ഒന്ന് വടി നീട്ട്, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. ഹല്ലേലൂയ. സകലത്തെയും സൃഷ്ടിച്ച ദൈവം, ഹല്ലേലൂയ, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം പറഞ്ഞ ആ വലിയ മഹാദൈവത്തിന് സമുദ്രം ഒരു തുള്ളി വെള്ളം പോലെയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് ഒരു ശ്വാസം മതി, ഒരു ചെറിയ കാറ്റ് മതി അതിനെ രണ്ടായിട്ട് പിളർക്കാൻ. ഹല്ലേലൂയ. ഈ വലിയ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട വചനം ഇത് തന്നെയാണ്. ഹല്ലേലൂയ. നാം ക്രിസ്തുവിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു നമ്മിലിരിക്കുന്നു. മാങ്ങ ഉപ്പിലിട്ടാൽ മാങ്ങ ഉപ്പിനുള്ളിലാണ് കിടക്കുന്നത്, മാങ്ങയ്ക്കുള്ളിൽ ഉപ്പാണ് എന്ന് പറഞ്ഞതുപോലെ നാം ക്രിസ്തുവിനുള്ളിലാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു നമ്മിലാണ് ഇരിക്കുന്നത്. എന്തിനാണ് ക്രിസ്തു നമ്മിലിരിക്കുന്നത്? ക്രിസ്തു നമ്മിലിരിക്കുന്നത് ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. നാം ക്രിസ്തുവിൻ്റെ ഉള്ളിലിരിക്കുന്നത് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ പിതാവ് നമ്മെ കാണുന്നത് ക്രിസ്തുവിനെ കാണുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് നമ്മെ ക്രിസ്തുവിൻ്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നത്. പിതാവ് നമ്മെ സ്വർഗത്തിൽ കാണുന്നത് തൻ്റെ പുത്രനെ കാണുന്നത് പോലെ തന്നെയാണ്. തൻ്റെ പുത്രനെയാണ് നമ്മിൽ കാണുന്നത്. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല, പുത്രനെ എത്രമാത്രം സ്നേഹം കൊടുത്തുവോ അതേ സ്നേഹം പിതാവ് നമുക്കും തരുന്നുണ്ട്. ഹല്ലേലൂയ. എത്രമാത്രം പുത്രനെ സ്നേഹിച്ചുവോ തൻ്റെ ഏകജാതനായ പുത്രനെ ഇത്രമാത്രം സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹാലലൂയ. കർത്താവ് സഹിച്ചത് കുറച്ചൊന്നുമല്ല. ഹാലലൂയ. നമ്മുടെ സകല രോഗങ്ങളെ അവൻ വഹിച്ചു. ഹാലലൂയ. ആ ഗെത്സമനയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഹാലലൂയ കർത്താവ് ഹാലലൂയ അതികോമള രൂപമുള്ള കർത്താവ് ഹാലലൂയ ആരും കാണാത്തവണ്ണം മുഖം മറക്കത്തക്കവണ്ണം ഹാലലൂയ അത്ര പോലെ വിരൂപനായത് നമുക്ക് വേണ്ടിയാ. ഹാലലൂയ. അവൻ തകർക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാ. ഹാലലൂയ. സകല രോഗങ്ങളും ഹാലലൂയ ഇന്ന് പേര് കേട്ട സകല രോഗങ്ങളും ഓരോന്നായിട്ട് തന്റെ ശരീരത്തിലേക്ക് ഗെത്സമന തോട്ടത്തിൽ വെച്ച് വരുമ്പോൾ ഹാലലൂയ ഏതൊരു മനുഷ്യനേക്കാൾ അധികം ഭാരപ്പെട്ട് ഞെരുങ്ങിയ ഒരു കർത്താവുണ്ട്. ഹാലലൂയ. തന്റെ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണത് ഹാലലൂയ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ. നമ്മുടെ പാപങ്ങളുടെ ഫലമാ അത്. നമ്മളുടെ ഭാരങ്ങളെ അവൻ ചുമന്നു, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. സാക്ഷാൽ അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി വിലയായി, മറുവിലയായി. ഹാലലൂയ. ഇത്ര വലിയ സ്നേഹം പിതാവിൽ നിന്ന് ഇത്ര വലിയ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഹാലലൂയ. തിരിച്ചു നമ്മെ കൊണ്ടുപോകുന്നത് ഹാലലൂയ മറ്റെങ്ങും ഒരിടത്തിരുത്താനല്ല, തന്നോട് കൂടെ ഇരുത്തുവാനാ. ഹാലലൂയ. ഹാലലൂയ. ഈ ദൈവത്തിന്റെ ഒരു പദ്ധതി നാം അവനോട് കൂടെ ഇരിക്കണമെന്ന് മാത്രമാ. ഹാലലൂയ. നമ്മെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടിരുത്താനല്ല ദൈവം ആഗ്രഹിച്ചത്, നമ്മെ തന്നോട് കൂടെ ഇരുത്തേണ്ടതിന്. ഹാലലൂയ. നമ്മെ തന്നോട് കൂടെ ഇരുത്തേണ്ടതിന്. ഹാലലൂയ. ഹാലലൂയ. ഞാൻ കരുതി ഹാലലൂയ ആദമിൽ ഹാലലൂയ നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്സാണ് ദൈവം നമുക്ക് മടക്കി തരാൻ പോകുന്നതെന്ന്. അതുമല്ല. ഹാലലൂയ. അതിന് മുകളിലൊന്നാ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഹാലലൂയ ആദമിൽ നഷ്ടപ്പെട്ടു പോയ തേജസ് അവനെ മൂടിയിരുന്നത് ഹാലലൂയ ഭൂമിയിൽ വെച്ച് എടുക്കപ്പെട്ട ഒരു ശരീരത്തിൽ നിന്നാണ്. എന്നാൽ ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട ഒരു ശരീരത്തിൽ നിന്നല്ല. ഹാലലൂയ സ്വർഗത്തിൽ നമുക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശരീരത്തിലാണ് അത് വെളിപ്പെടാൻ പോകുന്നത്. ഹാലലൂയ. ഹാലലൂയ. നാം ആദമിന്റെ പ്രതിമ ധരിച്ചതുപോലെ ഹാലലൂയ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഹാലലൂയ. നാം ഒരു ട്രാൻസ്ഫോമിംഗ് പീരീഡിലാണ്. ഹാലലൂയ. ആദമിൽ നിന്ന് പുറത്തു വന്ന നാം ക്രിസ്തുവിലേക്ക് ചേരുന്ന ഒരു ട്രാൻസ്ഫോമിംഗ് പീരീഡിലാണ് നാം. ഹാലലൂയ. ആദം ഹാലലൂയ പാപം ചെയ്തപ്പോൾ നാം മുഴുവൻ പാപത്തിൽ വീണു. ഹാലലൂയ. അതായത് അബ്രഹാം ഹാലലൂയ സോദം ഹാലലൂയ അബ്രഹാം ജയിച്ചു വന്നപ്പോൾ ഹാലലൂയ യുദ്ധം ജയിച്ചു വന്നപ്പോൾ ഹാലലൂയ മൽക്കിസദേക്കിന് തന്റെ സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എബ്രായ ലേഖനത്തിൽ അത് ആ വാക്യമുണ്ട്. ഹാലലൂയ. അബ്രഹാം തന്റെ സകലത്തിലും ദശാംശം മൽക്കിസദേക്കിന് കൊടുത്തു എന്ന്. അപ്പോൾ പറയുന്നു ഹാലലൂയ അബ്രഹാമിന്റെ ഉദരത്തിൽ അതായത് കടിപ്രദേശത്തുണ്ടായിരുന്ന ലേവിയും ഹാലലൂയ അബ്രഹാമിനോട് ചേർന്ന് ഹാലലൂയ
മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു എന്ന്. ലേവി പുരോഹിതൻ അപ്പോഴും വെളിപ്പെട്ടിട്ടില്ല, അബ്രഹാമിന്റെ ഉള്ളിലിരിക്കുകയാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിന്റെ അടുത്ത തലമുറയാണ് ലേവി എന്ന് പറയുന്നത്. ആ ലേവി ഹല്ലേലൂയ അബ്രഹാമിന്റെ ഉള്ളിലിരുന്ന് മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അബ്രഹാം പുറമോട്ട് പോയാൽ നാം എല്ലാവരും ഇരുന്നത് ആദമിലാണ്. നമുക്കൊരു ശരീരം സിദ്ധിച്ചിട്ടില്ലായിരുന്നു അന്ന്. നമുക്കിതുപോലൊരു ശരീരമില്ലായിരുന്നു. കാലക്രമത്തിലാണ് നമുക്ക് ഇതുപോലൊരു ശരീരം നമുക്ക് വെളിപ്പെട്ടത്. എന്നാൽ നാം ഉണ്ടായിരുന്നത് ആദത്തിലായിരുന്നു. ആദം ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ, ആദം ദൈവ തേജസ്സിൽ നിന്ന് അകന്നപ്പോൾ നാം എല്ലാവരും ഒരുമിച്ച് അകന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുവൻ പാപം ചെയ്തു, ഒരുവന്റെ പാപം മുഴുവൻ എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഹല്ലേലൂയ. ഒരുവന്റെ പാപം, ഒറ്റയൊരു മനുഷ്യന്റെ പാപമാണ് നമ്മെ മുഴുവൻ പാപത്തിലാക്കിയത്. അതുകൊണ്ട് ന്യായപ്രമാണം മുഴുവൻ പാലിച്ചാലും ഹല്ലേലൂയ ദൈവ തേജസ് തിരികെ പ്രാപിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. അവിടെയാണ് ദൈവത്തിന്റെ കൃപ ഇറങ്ങുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ആ നഷ്ടപ്പെട്ടു പോയ തേജസ് ശരിക്കും ആദമിൽ വന്നത്, ആദമിനെ ദൈവം മണ്ണിൽ നിന്നാണ് എടുത്തത്. മണ്ണിൽ നിന്ന് മണ്ണ് കുഴച്ച് ഒരു ശരീരമുണ്ടാക്കി, അതിനുമേൽ തൻ്റെ ജീവശ്വാസം ഊതി, അത് തേജസ്സുള്ള ഒരു ശരീരമായി തീർന്നു. തേജസ്സുള്ള ഒരു ശരീരം, അതായത് മണ്ണിൽ നിന്നെടുത്ത ശരീരത്തിലാണ് തേജസ് പൊതിഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമുക്ക് ഇനി ഈ തേജസ് തരാൻ പോകുന്നത് മണ്ണിൽ നിന്ന് പൊതിഞ്ഞ ശരീരത്തിലല്ല ദൈവം തേജസ് തരാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദമിൽ നഷ്ടപ്പെട്ടു പോയ തേജസ് അല്ല നമുക്ക് തിരികെ ലഭിക്കാൻ പോകുന്നത്, യേശു ക്രിസ്തുവിലുള്ള തേജസ്സാണ്. ഹല്ലേലൂയ. നാം വെളിപ്പെടാൻ പോകുന്നതും പഴയ ആദം പോലെയല്ല. ഹല്ലേലൂയ. രണ്ടാം ആദമായ യേശു ക്രിസ്തുവിനെ പോലെയാണ്. ഹല്ലേലൂയ. അവന്റെ വരവിങ്കൽ ഹല്ലേലൂയ നാം അവനെ പോലെയാകും. ഹല്ലേലൂയ. ക്രിസ്തു വസിച്ച ശരീരങ്ങൾ ഹല്ലേലൂയ ക്രിസ്തുവിനെ പോലെയായി തീരും. ഈ ഭൂമിയിൽ ക്രിസ്തു ആരിലൊക്കെ വസിച്ചുവോ അവരൊക്കെ ക്രിസ്തുവിനെ പോലെയായി തീരും ക്രിസ്തുവിന്റെ വരവെങ്കിൽ. ഹല്ലേലൂയ. നാം ഈ ഭൂമിയിൽ ആരെ വെളിപ്പെടുത്തിയോ അവരെ പോലെയാകും. നാം നമ്മെയാണ് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയെങ്കിൽ നാം നമ്മെ പോലെ തന്നെ ഇരിക്കും. അല്ല, നാം ക്രിസ്തുവിനെയാണ് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയെങ്കിൽ നാം ക്രിസ്തുവിനെ പോലെ ഇരിക്കും. ഹല്ലേലൂയ. 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 സ്തോത്രം. ഈ വെളിപ്പെട്ടത് ഹല്ലേലൂയ നാം ഈ കൊണ്ടുപോകുന്നത് ഈ ശരീരം, ഈ കൊണ്ടു നടക്കുന്ന ഈ ശരീരം ഹല്ലേലൂയ സത്യത്തിൽ ഒരു വിത്ത് മാത്രമാണ്. ഹല്ലേലൂയ. ഒരു വിത്ത് മാത്രമാണ്. ഒരു ഗോതമ്പിൻ്റെയോ ഒരു പയറിൻ്റെയോ ഒരു വിത്ത് പോലെ മാത്രമാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ ജീവൻ പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ നാം ഇതിനെ പാട്ടും പാടി തമ്പരും ഒക്കെ കൊട്ടി നാം ആഘോഷമായിട്ട് അതിനെ മണ്ണിലടക്കും. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു ഹല്ലേലൂയ നാം ഈ അടക്കുന്ന ശരീരം ഒരു വിത്ത് പോലെയാണ്. ഹല്ലേലൂയ. പയറുമണി, ഇപ്പം ഒരു സൈഡ് നമ്മളൊരു പയറുമണി പാട്ടും പാടിക്കൊണ്ട് കുഴിച്ചിട്ട് വന്ന് വിചാരിച്ചു, അപ്പുറത്ത് ഒരു ശരീരവും കൊണ്ട് കുഴിച്ചിട്ട് വന്ന് വിചാരിച്ചു. ഒരു മഴ പെയ്യുമ്പോൾ ഈ പയറുമണി കിളിർത്തു വരും. ഹല്ലേലൂയ. ഈ പയറുമണി കിളിർത്തു വരുമ്പോൾ പയറുമണിയല്ല കിളിർത്തു വരുന്നത്, ഒരു പയറാണ് കിളിർത്തു വരുന്നത്. ഹല്ലേലൂയ. ഒരു വ്യത്യസ്തമായ ശരീരമാണ് കിളിർത്തു വരുന്നത്. ഒരിക്കലും പയറുമണി വെറുതെ പൊങ്ങി വരുവല്ല ചെയ്യുന്നത്. ഒരു ഇലയും ഒരു തണ്ടും ഒക്കെയുള്ള ഒരു പുതിയ ശരീരമാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത്. അതുപോലെ നാം കുഴിച്ചിടപ്പെടുമ്പോൾ ആ ഒരു വിത്ത് മാത്രമാണ് കുഴിച്ചിടപ്പെടുന്നത്. കാരണം നമുക്ക് ഈ പയറിനുള്ളിൽ ദൈവം കൊടുത്ത പുതിയ ശരീരം അതുണ്ടായി വന്നതല്ല, അത് ദൈവം കൊടുത്ത ഒരു ശരീരമാണ്. അതിനൊരു പുതിയ ശരീരമാണ്. കാരണം അതിനൊരു പുതിയ ശരീരം എന്ന് പറയുന്നത് ഈ പയറിന്റെ വിത്ത് ഏതിൽ നിന്നെടുത്തു? ഒരു പയറിൽ നിന്ന് കിട്ടിയതാണ്. ഈ പയറിന്റെ വിത്ത് മറ്റൊരു പയറിൽ നിന്ന് കിട്ടിയതാണ്. അല്ലെങ്കിൽ ഒരു ഗോതമ്പിന്റെ വിത്ത്, ഒരു ഗോതമ്പ് മണി എന്ന് പറഞ്ഞ ഒരു ഗോതമ്പിൽ നിന്ന് കിട്ടിയതാണ്. അതുപോലെ അത് തിരിച്ച് എന്തിൽ നിന്നാണോ എടുത്തത് അതേ ശരീരമായിട്ട് രൂപപ്പെടും. ഒരു പയറിന്റെ വിത്ത് പയറായിട്ട് രൂപപ്പെടുന്നത് പോലെ ഹല്ലേലൂയ ഗോതമ്പ് മണി ഗോതമ്പായിട്ട് രൂപപ്പെടുന്നത് പോലെ ഒരു പുതിയ ശരീരമായി രൂപപ്പെടുന്നത് പോലെ നാം കുഴിച്ചിരുന്ന ഈ ശരീരം ഒരു പുതിയ ശരീരമായി രൂപപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഴ പെയ്യുമ്പോൾ ഒരു പുതിയ ശരീരം പയറുമണിക്ക് കിളിർക്കുന്നത് പോലെ, അതിൽ നിന്ന് ഒരു പുതിയ ശരീരം ഉയർക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരെങ്കിൽ ഹല്ലേലൂയ ഈ കുഴിച്ചിട്ട ശരീരത്തിൽ ഒരു സ്വർഗീയ ശരീരം ഉയർത്തി നിൽക്കും. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്ന ശരീരമായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം കൊണ്ടു നടക്കുന്നത് ഒരു ബോക്സ് മാത്രമാണ്. ഹല്ലേലൂയ. ഒരു വിത്ത് മാത്രമാണ്. ഇതിന്റെ ഉള്ളിൽ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു
നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഈ കൊണ്ടു നടക്കുന്ന സാധനം, ഇതിൻ്റെ ജീവൻ ഇരിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, നാം ഈ ശരീരത്തിൽ മാത്രം ജീവിച്ച് ഒതുങ്ങി മരിച്ചു പോകേണ്ടവരല്ല. ഹല്ലേലൂയ. ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തെന്ന് നാം അറിയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ. എങ്കിലോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കത് വെളിപ്പെട്ട് കിട്ടിയത് തൻ്റെ ആത്മാവിനാലാണ്. ദൈവം നമുക്കൊരു ശരീരം സ്വർഗത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഹല്ലേലൂയ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു. ഹല്ലേലൂയ. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി തന്നെ നിങ്ങൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ക്ഷയമില്ലാത്തൊരു ശരീരം, വാട്ടമില്ലാത്തൊരു ശരീരം, മാലിന്യമില്ലാത്തൊരു ശരീരം, തേജസ്സേറിയ ഒരു ശരീരം നമുക്കായി സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് സൂക്ഷിച്ചിരിക്കുന്നു. ആ ശരീരം പ്രാപിക്കുവാനുള്ള യാത്രയിലാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ഒരേ ഒരു കാര്യം മാത്രം ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നാം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കണമെന്ന്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുന്നതിന്റെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലാതെ അതിലുപരിയായി മറ്റൊന്നിനെയും ഞാൻ സ്നേഹിക്കുന്നില്ലെന്ന് തെളിയിക്കുവാനുള്ള കുറച്ച് സമയം മാത്രമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഉപരിയായി ഞാൻ ഒന്നിനെയും ഈ ഭൂമിയിൽ സ്നേഹിക്കുന്നില്ല എന്ന് തെളിയിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം മാത്രമാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക് കടക്കുവാൻ മറ്റൊന്നില്ല. ആ സ്നേഹത്തെ വെല്ലുവാൻ മറ്റൊന്നില്ല. ആ സ്നേഹത്തെ മറികടക്കുവാൻ മറ്റൊന്നില്ല. കർത്താവ് ഒരു കാര്യം മാത്രമേ നമ്മിൽ ആഗ്രഹിക്കുന്നുള്ളൂ, നാം അവിടുത്തെ തിരിച്ചൊന്ന് സ്നേഹിക്കണമെന്ന്. ഇത്ര വലിയ സ്നേഹം സ്വർഗത്തിൽ നിന്ന് നമുക്ക് പകർന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ, ഹല്ലേലൂയ, സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവനെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഓ ഹല്ലേലൂയ. എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഇത്ര വലിയ സ്നേഹം നമ്മോട് കാണിച്ച്, ഹല്ലേലൂയ, നമ്മെ തന്റെ കൂടെ ഇരുത്തുവാൻ, ഹല്ലേലൂയ, ആ വലിയ സ്വർഗീയ പദവി നമുക്ക് തരുവാൻ, ഹല്ലേലൂയ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നാമും ചേർന്നിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ, ഹല്ലേലൂയ, അത്ര വലിയൊരു പദവി നമുക്ക് വാഗ്ദത്തം ചെയ്ത് നമ്മെ അതിനായിട്ട് ഒരുക്കിക്കൊണ്ട് തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോ നിമിഷത്തിലും അതിനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ദൈവത്തെ നാം സ്നേഹിച്ചില്ലെങ്കിൽ മറ്റാരെ നാം സ്നേഹിക്കും? ഹല്ലേലൂയ. ദൈവസഭയെ, നാം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കണം. അതിലുപരിയായിട്ട് മറ്റൊന്നിനെ സ്നേഹിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിലുപരിയായിട്ട് മറ്റൊന്നിനെ സ്നേഹിക്കരുത്. കാരണം അവിടുന്ന് അത് ആഗ്രഹിക്കുന്നു. നാം അവനോട് കൂടെ ഇരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ അത് ആഗ്രഹിക്കുന്നു. അവൻ നല്ലൊരു പിതാവാണ്. അവിടുന്ന് നല്ലൊരു പിതാവാണ്. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിലുപരി കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഓടി വരുന്നത്. അതറിയാമോ? ഹല്ലേലൂയ. എന്റെ ഉള്ളത്തിൽ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. ഹല്ലേലൂയ. അവിടെ നിന്ന് അവൻ മുട്ടയിൽ എഴഞ്ഞ് ഇവിടെ വരെ വന്നത് എന്തിനാണെന്നറിയാവോ? എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, എൻ്റെ ഹൃദയം എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ എത്രയധികമായിട്ട് സ്വർഗം സന്തോഷിക്കും. ഹല്ലേലൂയ. ആ സന്തോഷം മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ബലമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. യഹോവയുടെ സന്തോഷം, ഹല്ലേലൂയ, കർത്താവിൽ സന്തോഷം, അവൻ എൻ്റെ ബലം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിലെ നമ്മുടെ സന്തോഷമാണ് നമ്മുടെ ബലമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകൾ അവന്റെ ബലം നമുക്ക് തരും. ഹല്ലേലൂയ. നമ്മുടെ ശക്തി ക്ഷയിച്ച് നാം ക്ഷീണിച്ച് തളർന്നു പോകുമെന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഇല്ല, നമ്മളെ കരങ്ങളിൽ താകുവാൻ അവൻ തന്റെ കരമെപ്പോഴും നമുക്ക് വേണ്ടി വിരിച്ചു പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്രയധികം നമ്മെ സ്നേഹിക്കുവാൻ മറ്റൊരാൾക്ക് ഈ ഭൂമിയിൽ കഴിയത്തില്ല. ഹല്ലേലൂയ. നാം വിചാരിക്കുന്നുണ്ട് നമ്മെ മറ്റേ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ന്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് കർത്താവ് സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ഒരു കൊണിശത്ത് പോലും വരത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിലധികമായിട്ട് സ്നേഹിക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ മറ്റാരുമില്ല. ഹല്ലേലൂയ. ഇതിലധികമായിട്ട് നമ്മെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ നമുക്ക് മറ്റാരുമില്ല. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ തോന്നുന്നില്ലേ? അതും കർത്താവിനോട് പറ, അപ്പാ എനിക്ക് അങ്ങനെ അങ്ങ് സ്നേഹിക്കാൻ തോന്നുന്നില്ല. ആ തന്നെ സ്നേഹിക്കാനുള്ള സ്നേഹം പോലും അവൻ നമ്മുടെ മേൽ പകർന്നു തരും. ഹല്ലേലൂയ. തന്നെ സ്നേഹിക്കാൻ ആവശ്യമായ സ്നേഹം പോലും അവൻ നമുക്ക് പകർന്നു തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ സ്നേഹിക്കുന്നെങ്കിൽ നമ്മെ ശിക്ഷിക്കുന്ന ദൈവമോ, നമ്മെ ശാസിക്കുന്ന ദൈവമോ, സ്നേഹിക്കുന്ന ഏത് പിതാവും മക്കളെ ശിക്ഷിക്കും. ഹല്ലേലൂയ. മക്കളെ ശാസിക്കും. ഹല്ലേലൂയ. കറക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. അത് സ്നേഹം കൊണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ബാലശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നമ്മൾ മക്കളാണ്. ഹല്ലേലൂയ. കർത്താവ് ശാസിക്കും, കർത്താവ് ശിക്ഷിക്കും. കർത്താവ്, ഹല്ലേലൂയ, ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, നാം കർത്താവിൻ്റെ കൂടെ ഇരിക്കണമെന്ന്.
അതിനാവശ്യമായതെല്ലാം കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരേ ഒരു ആഗ്രഹം, നാം നിത്യതയിലെത്തണമെന്ന, നാം അവനോട് കൂടെ വസിക്കണമെന്ന, നാം തേജസ്സുള്ളവരായി തീരണമെന്ന, ഹല്ലേലൂയ, നമ്മുടെ തേജസ്സിന്റെ ശോഭ വർദ്ധിക്കണമെന്ന, ഹല്ലേലൂയ, കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം താൽക്കാലികമാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നാം കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ദൈവവചനം പറയുന്നു, കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. നാം ഈ ഭൂമിയിൽ എന്താഗ്രഹിച്ചാലും അത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം കുറച്ച് ദിവസങ്ങൾ കൂടി അല്ലെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് മാത്രമേ അങ്ങ് നിൽക്കൂ. നമുക്കൊരു പുതിയ കാറ് വേണമെന്ന് ആഗ്രഹിച്ചു, നമുക്കൊരു പുതിയ കാറ് ലഭിച്ചെങ്കിൽ, ഹല്ലേലൂയ, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ആ സന്തോഷം നമുക്ക് നിൽക്കും. അത് കഴിയുമ്പോൾ അത് പഴയതായി തീരും. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്ന ഓരോന്നിൻ്റെയും തേജസ്സും, ഹല്ലേലൂയ, അതിൻ്റെ പുതുമയും ഓരോ നിമിഷവും കുറഞ്ഞു കുറഞ്ഞു വരും. ഹല്ലേലൂയ, അത് പഴയതായി തീരും. എന്നാൽ ദൈവം നമുക്കായി കരുതി വെച്ചിരിക്കുന്നതിൻ്റെ തേജസ് ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതാണ്. അതിൻ്റെ പുതുക്കം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതാണ്. ഹല്ലേലൂയ. അത് പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. ഓ ജീസസ്, ഹല്ലേലൂയ. തേജസ്സിന്റെ മുകളിൽ ഒരു തേജസ്, ഹല്ലേലൂയ, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, ഹല്ലേലൂയ, അവന്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരുന്നു. ഓ ഹല്ലേലൂയ. ഇത്ര വലിയൊരു തേജസ് ദൈവം നമുക്ക് അടൊരുക്കിയിട്ടുണ്ട്. ഇത്ര വലിയ തേജസ്സുള്ള ഒരു ശരീരം ദൈവം നമുക്ക് അടൊരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ തേജസ്സുള്ള ശരീരം പ്രാപിക്കുവാൻ വേണ്ടിയാണ്, ഹല്ലേലൂയ, ദൈവം നമ്മെ വിളിച്ചതും കണ്ടതും എല്ലാം. ഹല്ലേലൂയ. ഇത്രയധികം മനുഷ്യരുള്ള ഭൂമിയിൽ, ഹല്ലേലൂയ, നമ്മെ തിരഞ്ഞെടുത്ത് ഇത്ര വലിയ സൗഭാഗ്യത്തിലേക്ക് വിളിച്ചത്, ഹല്ലേലൂയ, വെറുതെ അല്ല, നാം അത് പ്രാപിക്കുവാൻ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീഴാത്തവണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസനത്തിൽ, ഹല്ലേലൂയ, വിശുദ്ധിയോടെ നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നാം വീഴാതവണ്ണം താങ്ങുന്ന ഒരു ദൈവം. എൻ്റെ കുഞ്ഞ്, ഹല്ലേലൂയ, അവൻ പിടിച്ചൊന്ന് വീഴാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഓടിച്ചെന്ന് എൻ്റെ കൈ എൻ്റെ പുറകെ വെക്കും. എന്തിനാണെന്നറിയാവോ? അവൻ വീണ എൻ്റെ കയ്യിലാണ് വീഴുന്നത്. അതുപോലെ ഹല്ലേലൂയ, നാം വീഴാതെ വണ്ണം ഓടി വന്ന് നമ്മെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആരും നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഓരോ നിമിഷത്തിലും നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു ശബ്ദമുണ്ട് സ്വർഗത്തിൽ, എൻ്റെ പിതാവേ, എൻ്റെ കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം താണു പോകുന്ന അവസ്ഥയിൽ, നാം ബലഹീനരെന്ന് തോന്നുന്ന അവസ്ഥയിൽ സ്വർഗത്തിൽ ഒരു കരച്ചിൽ കേൾക്കാം. ഹല്ലേലൂയ. അത് മറ്റാരുടെ ശബ്ദമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു നിലവിളിയുണ്ട്. ഹല്ലേലൂയ. ആ ശബ്ദത്തിന് ആ ദൈവം മറുപടി തരുന്നത്. ഹല്ലേലൂയ. മറന്നു പോകരുത്, നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു രക്തമുണ്ട്. ഹല്ലേലൂയ. രക്തത്തിന് സംസാരിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തം, ഹല്ലേലൂയ, നിലവിളിച്ചെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് തന്റെ സഹോദരനെതിരെ പ്രതികാരത്തിനായി നിലവിളിച്ചെങ്കിൽ, ഇതാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം എന്റെയും നിന്റെയും പാപങ്ങൾക്ക് വേണ്ടി, എന്റെയും നിന്റെയും ബലഹീനതകൾക്ക് വേണ്ടി, എന്റെയും നിന്റെയും ഹല്ലേലൂയ വിഷമങ്ങൾക്ക് വേണ്ടി, എന്റെയും നിന്റെയും കഷ്ടപ്പാടുകൾക്ക് വേണ്ടി, എന്റെയും നിന്റെയും മാനത്തിന് വേണ്ടി, ഹല്ലേലൂയ, ഭൂമിയിൽ നിന്നും സ്വർഗത്തിൽ നിലവിളിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ അറിഞ്ഞ് നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന, സ്വർഗത്തിൽ നിലവിളിക്കുന്ന ഒരു രക്തമുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം. ഓ, ആ രക്തത്തിന്റെ വിലയാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാ. ഹല്ലേലൂയ. ആ രക്തത്തിനുള്ളിൽ വെളിപ്പെട്ട ദൈവസ്നേഹവാ ഇന്ന് നമ്മെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ ശക്തിയാ നമ്മളെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. നാം ഓരോ അവസ്ഥയിലായിരുന്നപ്പോൾ നാം ഇവിടെ വന്നെന്നാ വിചാരിച്ചത് അല്ല, അവന്റെ സ്നേഹത്തിന്റെ ശക്തിയാണ് നമ്മെ കൊണ്ടുവന്നത്. ഓ, ഇറ്റ് ഇസ് എ പവർഫുൾ ലവ്. ഹല്ലേലൂയ. അവന്റെ സ്നേഹത്തിന്റെ ശക്തിയാ. ഹല്ലേലൂയ. അത്രമാത്രം നമ്മെ സ്നേഹിച്ചു, നമ്മെ മറ്റൊന്നിനും വിട്ടുകൊടുക്കാതെ. ആരും ഒരു നാളും അവരെ എൻ്റെ കയ്യിൽ നിന്ന് പറിച്ചു കളയില്ല. ഓ ജീസസ്, ഹല്ലേലൂയ. ആരും പറിച്ചു കളയാത്തവണ്ണം നമ്മെ തൻ്റെ കരങ്ങളിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മെ താഴാതെ, നാം വീണു പോകാതെ, നാം പതറിപ്പോകാതെ, നാം തളർന്നു പോകാതെ, നിത്യതയിലെത്തുവോളം നമ്മെ താങ്ങി കരം പിടിച്ച് നടത്തുന്ന ഒരു അപ്പനുണ്ട് നമുക്ക്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് രാത്രികാലവും നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി പറയാം, അപ്പാ, അങ്ങ് ഞങ്ങൾക്കായി തന്ന സ്നേഹത്തിനായി നന്ദി. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്കായി തന്ന വിടുതലുകൾക്കായി നന്ദി. അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ച
സ്വർഗീയ സൗഭാഗ്യങ്ങൾക്കായി നന്ദി. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഓരോ നിമിഷത്തിലും ഞങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്ന രക്തത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവിനായി സ്തോത്രം. ഇങ്ങനെ ഒരു ദൈവത്തെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. ഹല്ലേലൂയ. ഇതുപോലെ മറ്റൊരു ദൈവമില്ല. ഇതുപോലെ ഞങ്ങളെ സ്നേഹിക്കാൻ മറ്റാരുമില്ല. ഇതുപോലെ ഞങ്ങളെ കരുതുവാൻ ഈ ഭൂമിയിൽ മറ്റാരുമില്ല. ഇതുപോലെ ഞങ്ങളെ കൈക്കൊള്ളയിൽ കൊണ്ടു നടക്കാൻ മറ്റാരുമില്ല. ഹല്ലേലൂയ. ഇതുപോലെ ഞങ്ങളെ അറിയുന്ന ഒരു ദൈവം വേറെയില്ല. ഇതുപോലെ ഞങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദൈവം വേറെയില്ല. ഹല്ലേലൂയ. ഓരോ നിമിഷത്തിലും ഞങ്ങളുടെ വിചാരങ്ങളും ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളും അറിയുന്ന ഒരു ദൈവം വേറെയില്ല. ഹല്ലേലൂയ. അവൻ നമ്മുടെ ദൈവമാകുന്നു. ഹല്ലേലൂയ. അവൻ നമ്മുടെ ദൈവമാകുന്നു. ഹല്ലേലൂയ. നാം അവനോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. അവനോട് കൂടെ ഇരിക്കണം. അവന് വേണ്ടി ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ തന്നു. ഹല്ലേലൂയ. തന്റെ ജീവൻ മുഴുവൻ തന്നു. ഹല്ലേലൂയ. നമുക്ക് സമയമില്ലേ അവന്റെ കൂടെ ഇരിക്കാൻ? ഹല്ലേലൂയ. അവിടത്തോട് കൂടെ ഇരിക്കാൻ നമുക്ക് സമയമില്ലേ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കാരണം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ഓ ഹല്ലേലൂയ. ഹീസ് എ കെയറിംഗ് ഗോഡ്. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതാറുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും നാം ആഗ്രഹിച്ചത് ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. അതുകൊണ്ട് കർത്താവ് നമ്മളോട് സ്നേഹമില്ലെന്നല്ല. ഹല്ലേലൂയ. നമുക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റാ കർത്താവ് നമുക്ക് വേണ്ടി കരുതിയേക്കുക. ഹല്ലേലൂയ. നമുക്ക് തോന്നുന്നതല്ല. ഹല്ലേലൂയ. അവിടുന്ന് നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റാ. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിന് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് 73 റിയാൽ കൊടുത്ത് 400 ഗ്രാമിൻ്റെ ഹല്ലേലൂയ സിംലാക് സ്റ്റേജ് 2 400 ഗ്രാമിന് 73 റിയാൽ കൊടുത്ത്. ഞാൻ 2.5 കിലോയുടെ സാധനം മേടിക്കുന്ന പോലെ 60 റിയാൽ കൊടുത്തു. അപ്പോൾ പക്ഷേ അവൻ നേരെ താഴോട്ടിറക്കി വിട്ടാൽ അവൻ ഓടിപ്പോയി എടുക്കുന്നതിനെന്നറിയാമോ? ഞാൻ ബാത്റൂമിൻ്റെ വെളിയിലിട്ടിരിക്കുന്ന ചപ്പൽ അവൻ ഓടിച്ചെന്ന് എടുത്ത് കഴിക്കാൻ നോക്കും. ഞാൻ പിടിച്ചു മാറ്റി ഓടിക്കൊണ്ടുവരും. ഇതുപോലെ നമ്മൾ. ഹല്ലേലൂയ. അവന് ആഗ്രഹവും അവന് താല്പര്യവും അതിനോട്. പക്ഷേ അവൻ അറിയുന്നില്ല ഞാൻ അവന് വേണ്ടി എന്താ കരുതി വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ അപ്പനും ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റാ കരുതി വെച്ചേക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ചിന്തിക്കുന്നതിനെക്കാട്ടിൽ, നാം വലിയ ശ്രേഷ്ഠമെന്നൊക്കെ കരുതുന്നതിനെക്കാട്ടിൽ ഹല്ലേലൂയ അതിശ്രേഷ്ഠമായത് അപ്പനറിയാം മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്ന്. എന്താണ് അവർക്ക് ബെസ്റ്റെന്നും അപ്പനറിയാം. ഹല്ലേലൂയ. ആ പിതാവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് സ്വർഗത്തിൽ ഏറ്റവും ബെസ്റ്റാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതും നശിച്ചു പോകുന്നതുമായ എന്തെങ്കിലും ഒന്നല്ല ദൈവം നമുക്ക് കരുതി വെച്ചിരിക്കുന്നത്. നിത്യമായ ഒരു ശരീരം. ഹല്ലേലൂയ. തന്നോടുകൂടെ സന്തോഷത്തോടെ, വലിയ സന്തോഷത്തോടു കൂടെ വസിക്കാൻ. ഹല്ലേലൂയ. നമ്മെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ ഹല്ലേലൂയ നമുക്ക് ലഭിച്ചൊരു മഹാഭാഗ്യം. ഹല്ലേലൂയ. എത്ര വലിയ ഭാഗ്യം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ട് ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി നോക്കി കാത്തിരിക്കുമ്പോൾ. ഹല്ലേലൂയ. നാം ഈ ഭൂമിയിലുള്ള ചിലത് എന്തിനു വേണ്ടിയിലാണോ കർത്താവിനോട് ഹല്ലേലൂയ കർത്താവിൽ നകന്ന് അത് നേടാനായിട്ട് ഓടിപ്പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് തക്ക സമയത്ത് ഹല്ലേലൂയ നമുക്ക് വേണ്ടത് എന്താണെന്ന് നമുക്ക് കർത്താവിനറിയാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു ചിന്തയുണ്ട്. അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല, നിങ്ങളുടെ നന്മയ്ക്കാണ്. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും 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 ഇന്ന് കടന്നു പോകുന്ന ഏതവസ്ഥയാണെങ്കിലും അതും ഹല്ലേലൂയ അവസാനം നന്മയ്ക്കായിട്ട് അത് വ്യാപരിക്കും. അത് നന്മയ്ക്കായി മാത്രം വ്യാപരിക്കും. അത് നന്മയ്ക്കായി തന്നെ വ്യാപരിക്കും. കാരണം ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കത് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന് മാത്രം ചെയ്യുക, ദൈവത്തെ സ്നേഹിക്കുക. നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ നമുക്ക് നന്മയ്ക്കായി തീരും. നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ദൈവം നമുക്കത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ നാം അവൻ്റെ കൽപ്പനകളെ പാലിക്കും. കൽപ്പനകളെ പാലിക്കുന്നവൻ എന്നെ സ്നേഹിക്കുമെന്ന് അല്ല എഴുതി വെച്ചിരിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പാലിക്കും. കാരണം എന്നറിയാവോ? എന്നെ സ്നേഹിച്ചാലേ പാലിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എന്നെ സ്നേഹിച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് പാലിക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിച്ചാൽ എൻ്റെ അപ്പന് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിയമമല്ല. ഹല്ലേലൂയ. കൂമ്പാരമായി കൂട്ടിവെച്ച കുറച്ച് നിയമങ്ങളല്ല നമ്മുടെ അപ്പൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം അവിടുത്തെ സ്നേഹിക്കുമ്പോൾ നാം ചെയ്തു പോരുന്നതാണ്.
ഹല്ലേലൂയ. കുറച്ച് നിയമം പറഞ്ഞിട്ട് നമ്മുടെ പിതാക്കന്മാരായ നമ്മുടെ ആരുടെ ഹൃദയത്തെ നമ്മുടെ കുഞ്ഞുങ്ങളോട് കുറച്ച് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. ന്യായപ്രമാണം കുറച്ച് നിയമങ്ങളാണ്. ഹല്ലേലൂയ. അതിനപ്പുറത്ത് കർത്താവിന് ഒരൊറ്റ പ്രമാണമേ ഉള്ളൂ, നിങ്ങൾ എന്നെ സ്നേഹിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്. ഹല്ലേലൂയ. അതിനകത്തത് മുഴുവനുണ്ട്. നാം അറിയാതെ അത് ചെയ്തോളൂ. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർ അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ അവർക്കറിയാം, നമുക്ക് ഇഷ്ടക്കേടുകളും അറിയാം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കള്ളത്തരം കാണിക്കും ഇങ്ങനെ നോക്കുന്നത്, അപ്പം നോക്കുന്നുണ്ടോ, അമ്മ നോക്കുന്നുണ്ടോ, അവർക്കറിയാം, അത് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ നാം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തിരിച്ചറിയാൻ നമുക്കൊക്കെ കഴിയും. ഹല്ലേലൂയ. ദാവീദ് ന്യായപ്രമാണം അറിഞ്ഞത് കൊണ്ടല്ല ദാവീദിനെ തന്നെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ദാവീദ് ആ നിയമം കൊടുത്ത കർത്താവ് അവന്റെ ഹൃദയത്തെ അറിഞ്ഞത് കൊണ്ടല്ല. ഓ സ്തോത്രം. ഹല്ലേലൂയ. തന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ട് ആ പിതാവ് എഴുതിയെന്ന്. ഹല്ലേലൂയ. തന്നെ സ്നേഹിക്കുന്ന പിതാവിന്റെ ഹൃദയം അറിഞ്ഞത് കൊണ്ടാണ്. ഹല്ലേലൂയ. നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ കെട്ടിപ്പിടിച്ച് തിരുമരണം, നീ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഹല്ലേലൂയ ബാഗ് എടുത്ത് തോളത്തെത്തണം, സ്കൂളിൽ പോയി മറ്റാരോടും വഴക്കുണ്ടാക്കരുത്, സ്കൂളിൽ വന്ന് എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നതെന്ന് എന്നോട് പറയണം. ഹല്ലേലൂയ. അത് അങ്ങനെ കുറെ നിയമങ്ങൾ നമ്മൾ കൊടുക്കും. നമ്മുടെ കുഞ്ഞ് രാവിലെ വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ പറയാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുമ്പ് ഒരു കൊടുക്കും. എന്നിട്ട് വന്നിട്ട് പറയും, ഞാൻ അവനുമായിട്ട് വഴക്കുണ്ടാക്കി, അവരോട് വർത്താനം പറഞ്ഞു, ടീച്ചറിനെ മെയിൽ പഠിപ്പിച്ചു, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കാര്യങ്ങൾക്ക് പോകും. പക്ഷെ അതിനകത്തുള്ള സ്നേഹബന്ധമില്ല. ഹല്ലേലൂയ. എന്നാൽ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി വന്നെന്ന് പറയും. അവനോട് ഇത് കെട്ടിപ്പിടിച്ച് രൂപം കൊടുക്കാൻ പറയാൻ കാര്യമൊന്നുമില്ല. അവൻ്റെ സ്നേഹമാണ് അവന് ഓടി പിടിച്ച് കെട്ടിപ്പിടിച്ച് രൂപം കൊടുക്കും. അപ്പം നിയമം പോകാമെന്ന് പറയും. ഇതിനൊരു നിയമത്തിൻ്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. അനുസരിക്കാത്തവർക്കുള്ളതാണ് നിയമം. അനുസരിക്കുന്നവർത്തന് സ്നേഹിക്കുന്നവർത്തന് അതിൻ്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. അവൻ ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. ഹല്ലേലൂയ. അതുപോലെ ക്രിസ്തുവിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നത് ഹല്ലേലൂയ ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്. ഹല്ലേലൂയ. നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാം നമ്മുടെ കൂട്ട സഹോദരങ്ങളെ സ്നേഹിക്കും. ഹല്ലേലൂയ. നമ്മെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ ഹല്ലേലൂയ എന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തെളിവാണ്. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ. കർത്താവ് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. കർത്താവ് ഒത്തിരി നിയമങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാനല്ല നമ്മുടെ മുന്നിൽ വന്നത്. കർത്താവ് ഒരു കാര്യം മാത്രമേ പറയാനാവാത്തത്, ഞാൻ നിങ്ങളെ എത്രത്തോളം സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തെ മനസ്സിലാക്കണം, എന്നെ തിരിച്ചു സ്നേഹിക്കണം, എന്നെ തിരിച്ചു സ്നേഹിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഇതാണ് ഞാൻ വാതിൽക്കൽ വന്ന് നിന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു വന്നാൽ ഞാൻ അകത്ത് വരാം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പിതാവും കൂടെ അവൻ്റെ കൂടെ വന്ന് വസിക്കാം. ഹല്ലേലൂയ. ഇത് മാത്രം ആഗ്രഹിക്കുന്ന പിതാവ്. ഓ ജീസസ്. ഹല്ലേലൂയ. സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം. ഹല്ലേലൂയ. സകലത്തെ തന്റെ വചനത്താൽ ഉളവാക്കിയ ഒരു വലിയ ദൈവം വന്നിട്ട് ചെറിയൊരു മനുഷ്യനോട് പറയുക, ഹല്ലേലൂയ, ഞാനിതാ നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ എന്റെ ശബ്ദം കേട്ടിട്ട് ഹല്ലേലൂയ വാതിൽ ഒന്ന് തുറന്നു തന്നാൽ ഹല്ലേലൂയ ഞാനും എൻ്റെ പിതാവും കൂടെ അകത്ത് വരാം. എന്നിട്ട് ഞാൻ നിന്റെ കൂടെ വസിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം മനുഷ്യനോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇത്ര വലിയൊരു ദൈവം നമ്മോട് കൂടെ വസിക്കാൻ, ഹല്ലേലൂയ, നമ്മോട് കൂടെ ഇരിക്കാൻ, നമ്മളെ അവരോട് കൂടെ ഇരുത്താൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ഇത്ര വലിയൊരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം നമുക്ക് കരങ്ങൾ ഉയർത്തി ആ വലിയ സ്നേഹത്തിനായിട്ട് നന്ദി പറയുക. ഓ ഇത്രത്തോളം നമ്മെ സ്നേഹിച്ചു, ഇത്രത്തോളം നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഇനിയും ഇതിനകം വെളിപ്പെടുത്തുവാൻ മറ്റൊരു സ്നേഹമില്ല. പൂർണ്ണമായും പിതാവിന് നമ്മിലുള്ള സ്നേഹത്തെ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. ഒന്ന് മാത്രം അവിടുന്ന് ആഗ്രഹിക്കുന്നു, നാം അവിടുത്തെ തിരിച്ചൊന്ന് സ്നേഹിക്കണമെന്ന്, നാം അവരോട് കൂടെ ഒന്നിരിക്കണമെന്ന്, നാം അവരോട് കൂടെ സമയം പങ്കിടണമെന്ന്, നാം അവരോട് കൂടെ ഹല്ലേലൂയ ഓരോ നിമിഷവും ചെലവഴിക്കണമെന്ന്. അവൻ നമ്മുടെ ജീവിതത്തിന്റെ സകല ആവശ്യങ്ങളെ നിവർത്തിച്ചു തരുവാൻ ശക്തനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അവൻ സകലത്തെ തന്റെ വാക്കിനാൽ ഉളവാക്കിയ ദൈവമാണ്. അവന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന സകല പ്രശ്നത്തിനും അവന് പരിഹാരം തരാൻ കഴിയും. ഹല്ലേലൂയ. നീ ഇന്ന് അനുഭവിക്കുന്ന സകല വേദനകൾക്കും അവന് പരിഹാരം തരുവാൻ കഴിയും. ഹല്ലേലൂയ. ഒന്ന് മാത്രം ചെയ്യണം, അവനോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. സന്നിധിയിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സന്തോഷമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ സന്നിധിയിൽ പ്രമോദമുണ്ട്. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിൽ സമാധാനമുണ്ട്. അവന്റെ സന്നിധിയിൽ ആശ്വാസമുണ്ട്. ഹല്ലേലൂയ. സകലത്തിന്റെയും നിറവാണ്.
സകലത്തെയും നിറയ്ക്കുന്ന നിറവാകുന്നത് നമ്മുടെ സകല ശൂന്യതകളെയും നിറയ്ക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന് കഴിയും. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിച്ച് ഓരോ നിമിഷത്തിൽ ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഹല്ലേലൂയ. ഇവരെ നിങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ടു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളരെ മർമ്മപ്രധാനമായ കാര്യം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ഒരു ചെറിയൊരു പാത്രത്തിനകത്താക്കി നമുക്ക് ലഭിച്ചത് മാതിരിയാണ്. എല്ലാ നിയമങ്ങളും എല്ലാ ന്യായപ്രമാണവും ഒരൊറ്റ വേർഡിനകത്ത് അടങ്ങിയിരിക്കുന്നു. എന്താണ് അത്? ലവ്, സ്നേഹം. അതാണ് കർത്താവ് കാണിച്ചത്. അതുള്ളിടത്ത് മറ്റൊന്നിന്റെയും ആവശ്യമില്ല. കർത്താവ് നമ്മൾ കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ടല്ല, കർത്താവ് നമ്മെ സ്നേഹിച്ചതിനാൽ പകരം കൊടുക്കുവാൻ ആ സ്നേഹമല്ലാതെ കർത്താവിനൊന്നും ആഗ്രഹമില്ല. നമ്മൾ ഇതിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബോധ്യം മാത്രം നമുക്കുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് നയിക്കും. ഇങ്ങനെ വരുമ്പോൾ നമുക്കൊക്കെ പറയാം, ഈ മർത്യമായത് അമർത്യത്തെയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും പ്രാപിച്ച് നമ്മൾ ഇവിടേക്ക് എത്തും. ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ. നമ്മളിവിടെ ചൊല്ലും, മരണത്തിനും തോൽപ്പിക്കാൻ കഴിയാതെ വണ്ണം നമ്മൾ പിതാവിനോടൊപ്പം അമർത്യമായ കർത്താവിന്റെ ദാസനെ വളരെ വ്യക്തമായും പറഞ്ഞു, നമുക്കൊരു അമർത്യമായ ഒരു ശരീരം ഒരുക്കി വെച്ചിരിക്കുന്നു. അത് പ്രാപിച്ചുകൊണ്ട് നമ്മൾ നിത്യതയിൽ വാഴുവാനാണ് കർത്താവ് നമ്മെ ആഗ്രഹിച്ചത്. ഈ പീരിയഡിനെ കുറിച്ച് പറഞ്ഞു. ഈ പീരിയഡ് എന്ന് പറയുന്നത് അവനെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അത് ചെയ്ത് പ്രമാണിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പരസ്പരം സ്നേഹിക്കാം. സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. അടുത്ത് നിൽക്കുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാത്തവൻ